ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ തുളസി യൂസ് ചെയ്തിട്ടുള്ള ടിപ്പാണ് കേട്ടോ. നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ തുളസി ഇപ്പോൾ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചെടി നട്ടുപിടിപ്പിക്കാതെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ തന്നെ മുളച്ച് വരുന്നൊരിതാണ് തുളസി. അപ്പോൾ ഈ തുളസി ഈ ഒരു മഴക്കാലത്ത് നമുക്ക് ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ ഈ തുളസി കിട്ടുന്ന സമയത്ത് നമ്മൾ അതിനെ മാക്സിമം എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ തുളസിയിൽ അത് തുളസി ചെടി വട്ടത്തിൽ വളരാനായിട്ട് അതിൻ്റെ മേലെ വന്നിരിക്കുന്ന ആ ഒരു പൂവുണ്ടല്ലോ, ആ പൂവിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ആ ഒരു പൂവ് കുറച്ച് കഴിഞ്ഞ് ഉണങ്ങി വിത്തായി കഴിഞ്ഞാൽ നമുക്ക് നിറയെ തുളസി ചെടിക്കുള്ള വിത്ത് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. പക്ഷേ നമ്മളിതിൻ്റെ മുകളിലത്തെ ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് ഫുള്ളായി തന്നെ നമുക്ക് ഈ ഒരു തുളസി ചെടി നല്ല വട്ടത്തിൽ അതുപോലെ നല്ലോണം വളരാനും ഒക്കെ ഹെൽപ്പാക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ തുളസി ചെടിയിൽ നിന്ന് ഒരുപാട് ഞാൻ ഇതുപോലെ പറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചൊക്കെ പൂവോടുകൂടി തന്നെയാണ് ഞാൻ പറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പറിച്ചെടുത്ത ആ പൂവുണ്ടല്ലോ, ഈ പൂവ് നമ്മൾ കളയരുത് കേട്ടോ. നമ്മൾ ഈ പൂവ് യൂസ് ചെയ്തിട്ട് നമ്മൾ എണ്ണ കാച്ചാനൊക്കെ തലയിൽ തേക്കാനുള്ള എണ്ണ കാച്ചുന്ന സമയത്തൊക്കെ ഈ പൂവും അതുപോലെ ഈ ഇലയും ഒക്കെ നമുക്ക് ഇടാം കേട്ടോ. ഈ ഇല നമ്മൾ സാധാരണ കറ്റാർവാഴയും മൈലാഞ്ചിയൊക്കെ ഇട്ട് എണ്ണ കാച്ചുന്നതിൽ, നെല്ലിക്കയൊക്കെ ഇട്ട് എണ്ണ കാച്ചുന്നതിൽ ഈ തുളസി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എണ്ണയുടെ തണുപ്പ് കാരണം ജലദോഷം അങ്ങനെ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ തലയിൽ തേക്കാനായിട്ട് എണ്ണ കാച്ചുമ്പോൾ ഈ തുളസി ഇല ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മഴ സമയത്താണെങ്കിൽ പോലും നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് കഴുകണം കേട്ടോ. ചിലപ്പോൾ ചെറിയ കണ്ണിൽ കാണാത്ത പുഴുക്കളൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പം നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം വാരാനായിട്ട് നമ്മളത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് പറിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തുളസി ചെടി ഇല്ല എന്നുണ്ടെങ്കിലും അടുത്ത പറമ്പിലോ അല്ലെങ്കിൽ അടുത്ത വീടുകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കിട്ടുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ പറിച്ചെടുത്ത് കൊണ്ടുവരിക കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ആ ഒരു പൂവിൻ്റെ ആ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തല്ലോ, അതിന് ഞാൻ നമ്മൾ കുട്ടികൾ കിടക്കുന്ന തലയാണയുടെ അടിയിൽ നമ്മളിതുപോലെ വെച്ചിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ തലയിൽ പെയിൻ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെയിൻ ശല്യം കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇപ്പോൾ പൂവൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഉണങ്ങിയതാണെങ്കിൽ പോലും കുഴപ്പമില്ല. പക്ഷെ അതിന് ഉണങ്ങിയ ആ ഒരു ഇതിനും നല്ലൊരു തുളസിയുടെ നല്ലൊരു മണം കിട്ടും. പിന്നെ നമുക്ക് തലയിൽ വേണമെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഒരു തണ്ടൊക്കെ നമ്മളിതുപോലെ തലയിൽ വെച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പെയിൻ ശല്യമൊക്കെ നമുക്ക് തലേന്ന് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഈ തുളസി ഇലയെല്ലാം നമ്മൾ നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് വെച്ചിട്ട് നന്നായി തന്നെ അതിൻ്റെ വെള്ളം വാരാനായിട്ട് നമ്മൾ വയ്ക്കുക. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ആ കഴുകി വെച്ചിരിക്കുന്ന തുളസി ഇലയിൽ നിന്ന് ഒരു 4 ഇല ഞാൻ ഇതുപോലെ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കുക കേട്ടോ രാത്രി സമയത്ത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മൂടി വയ്ക്കുക. നമ്മൾ രാവിലെ എല്ലാവരും അധികം പേരും ചായ കുടിക്കുന്നതിനേക്കാളൊക്കെ രാവിലെ എണിച്ചതും വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാറ് പതിവുണ്ടല്ലോ. ആ വെള്ളം കുടിക്കുന്നതിന് പകരം ഇതുപോലെ തുളസി ഇട്ടിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിന് നല്ല പ്രതിരോധ ശേഷി കിട്ടാനും അതുപോലെ പെട്ടെന്ന് മറ്റുള്ളവർക്ക് പനിയും ജലദോഷമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് പകരാതിരിക്കാനൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ കഫക്കെട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു തുളസി ഇട്ട വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് ഈ വെള്ളം തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇളം ചൂടുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ നല്ല ഒരു മീഡിയം ലെവലിൽ ചൂടുള്ള വെള്ളത്തിൽ ഒരു 4-5 തണ്ട് ഇല ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അതുപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഒരു 2-3 വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ വെറും വയറ്റിൽ 2 തുളസിയുടെ ഇല തളിരില വലിച്ചിട്ട് നല്ലോണം കഴുകിയിട്ട് അവരോട് ചവച്ചരച്ച് കഴിക്കാൻ പറയാട്ടോ. അതൊരു ശീലമാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് ജലദോഷം, പനി ഇങ്ങനെ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനും അവർക്ക് പ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. ഇങ്ങനെ വെള്ളം കൊടുക്കുന്നതും വെള്ളം കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടും നമ്മളിതിങ്ങനെ ചവച്ചരച്ച് കഴിക്കാൻ. ഇപ്പോൾ ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോൾ അവരതിങ്ങനെ ഒരു 1-2 ദിവസമൊക്കെ അങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ അവർക്കത് ശീലവും. പിന്നെ അവർക്കാണല്ലോ പെട്ടെന്ന് പനിയും ജലദോഷമൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇത് രാവിലെ എണിച്ച് ഇങ്ങനെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ അതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു പിടി അളവിൽ തുളസിയും അതുപോലെ പച്ചമഞ്ഞൾ ഇട്ടിട്ട് തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഗ്യാസിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന്
ഒന്ന് മൂടി വയ്ക്കുമ്പോഴേക്കും തന്നെ നല്ല തിള വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി ഈ ഒരു തുളസിയുടെതെല്ലാം നന്നായി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഈ തിളയ്ക്കുന്ന ഈ വെള്ളം കൊണ്ട് നമ്മൾ ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പനി, തലവേദന, ജലദോഷം ഒക്കെ ഉള്ള സമയത്ത് നല്ല ഒരു റിലീഫ് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതുപോലെ ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖത്ത് വരുന്ന മുഖക്കുരു, ഡാർക്ക് സർക്കിൾ, പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ കുറയ്ക്കാനും നമുക്ക് സാധിക്കും. നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് തുളസി കേട്ടോ. ഇപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഒരു 2-3 തുളസി ഇല വലിച്ചിട്ട് എടുത്തിട്ട് ഇതേപോലെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഞെരടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇടികല്ലിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇടിച്ചിട്ട് നമ്മൾ അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്താലും മതി. അപ്പോൾ ഞാനിതിപ്പോൾ 2-3 തണ്ട് കൊണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കുമ്പോഴേക്കും തന്നെ നമുക്ക് ഇത്രയ്ക്കും നമുക്കൊരു അതിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞൾ മിക്സ് ചെയ്യുക. കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ നമ്മൾ പച്ചമഞ്ഞൾ മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരത്തൊക്കെ എവിടെയെങ്കിലും അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിൻ പ്രോബ്ലം, സ്കിന്നിൽ അലർജി വന്നിട്ട് മുറിവായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ വല്ല പ്രാണികൾ എന്തെങ്കിലുമൊക്കെ കടിച്ചിട്ട് കടന്നലൊക്കെ കുത്തിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അലർജി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല റിലീഫ് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ മുഖത്ത് മുഖക്കുരു വന്നിരിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മളൊന്ന് ആക്കിയിട്ട് ആ മുഖക്കുരുവിൻ്റെ മേലെ നമ്മൾ ഒരു വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മുഖക്കുരു അങ്ങനെ എന്താ പറയുക പഴുത്ത് അതിൻ്റെ പഴുപ്പ് പുറത്തേക്ക് വരാനൊക്കെ 2-3 ദിവസം അടുപ്പിച്ച് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പഴുപ്പ് മുഴുവനായി പോവുകയും ചെയ്യും മുഖക്കുരുവിൻ്റെ. പിന്നെ അതിൻ്റെ ആ ഒരു പാട് പോകാനും നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും തുളസി ഫ്രഷായിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കില്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ തുളസി ഇല്ല, ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് തുളസിയൊന്നും അങ്ങനെ കിട്ടില്ല. ഇപ്പോൾ മഴക്കാലം ആയത് കാരണം ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ ഈ കിട്ടുന്ന സമയത്ത് നമ്മൾ എത്ര കിട്ടുന്നോ നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിലും നമുക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് കൂടുതലായിട്ട് ഇതുപോലെ നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ പറിച്ചിട്ട് വന്നിട്ട് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം ഇപ്പോൾ മഴക്കാലം ആയത് കാരണം നമുക്ക് വെയിലത്ത് വെച്ചൊന്നും ഉണക്കാൻ പറ്റില്ല. നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ചിട്ട് നമുക്കിതിനെ ഉണക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. വെയിലില്ലാത്ത കാരണം നല്ല ചൂടുള്ള ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ ഒരു ഇത്രയും തുളസി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും തന്നെ ഈ ഒരു തുളസി എല്ലാം ചുങ്ങി വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എത്ര പറിച്ചെടുത്താലും നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇതിൻ്റെ പൗഡർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ ഈ ഒരു രീതിയിൽ പൗഡർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും തുളസി കിട്ടാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ കൂടുതലായിട്ട് നമ്മളൊന്ന് വെച്ചിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് നമ്മൾ ശരിക്കും പറയണമെങ്കിൽ ഈ തുളസിയുടെ പൊടിയോ തുളസിയൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നല്ല കളർ വരാനും നല്ല ബ്രൈറ്റ്നസ് വരാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ തുളസി ആണെന്നുണ്ടെങ്കിലും വേപ്പിൻ്റെ ഇലയാണെങ്കിലും ഇതുപോലെ പൊടിച്ചിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുഖക്കുരു വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. മുഖക്കുരു വന്നതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുഖക്കുരു ഇല്ലാത്ത സമയത്ത് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ഈ ഒരു ഫേസ് പാക്ക്, അതായത് പച്ചമഞ്ഞളോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളോ നമ്മൾ മിക്സാക്കിയിട്ട് തുളസിയുടെ നീര് മിക്സാക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുഖക്കുരു ഒരിക്കലും വരില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മളിതിന് കുറച്ച് സമയം വെക്കുമ്പോഴേക്കും തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചുങ്ങി ഒന്ന് ലെവലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. പിന്നെ ഈ ദോശക്കല്ലിൻ്റെ ഈ ചൂടിലിരുന്ന് തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് കിട്ടും. കണ്ടോ, കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ തന്നെ അത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ അങ്ങനെ എടുത്ത് ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിൽ ഇടുന്ന സമയത്ത് മിക്സിയുടെ ജാറ് നന്നായി തന്നെ തുടച്ച് അതിലുള്ള വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായി കളഞ്ഞതിന് ശേഷം മാത്രം നമ്മളിത് ഇട്ടാൽ മതി. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇത് ഉണക്കിയെടുത്തതാണല്ലോ. അപ്പോൾ അതിൽ വെള്ളം ഒന്നും പാടില്ല കേട്ടോ. എന്നിട്ട് നമ്മളിതിനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്തിട്ട് നമ്മളിതുപോലൊരു ബോക്സിലേക്ക് നമ്മളിതിനൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്ക് പൊടിച്ച് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇതുപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം പുറത്തൊക്കെ താമസിക്കുന്നവരാണ്, പുറത്താണ്, അവിടെയൊന്നും തുളസി കിട്ടില്ല എന്നുണ്ടെങ്കിൽ നാട്ടിൽ വരുന്ന സമയത്ത് ഇതുപോലെ മഴക്കാലത്ത് ഇഷ്ടംപോലെ എല്ലായിടത്തും നോക്കിയാലും തുളസി ഉണ്ടാവും. അപ്പോൾ നമ്മളിതുപോലെ പറിച്ച് അതിനൊന്ന് ജസ്റ്റ് ചൂടാക്കി പൊടിച്ച് വെച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, അതുപോലെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർ, കുട്ടികളൊക്കെ ഹോസ്റ്റലിൽ നിൽക്കണം, അവർക്ക് ഫേസ് പാക്ക് ഉണ്ടെങ്കിൽ തുളസിയൊന്നും എന്നും കിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് വെക്കേഷനിൽ വന്ന് പോകുന്ന സമയത്തൊക്കെ നമ്മളിതുപോലെ ഉണ്ടാക്കി വെച്ച് കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. നിങ്ങൾക്ക് അല്ലെങ്കിൽ പച്ചമഞ്ഞൾ ചേർത്ത് കൊടുക്കണമെങ്കിൽ പച്ചമഞ്ഞൾ ചേർത്ത് കൊടുക്കാം. പച്ചമഞ്ഞൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ, ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ടാണ് ഞാൻ ആക്കിയിരിക്കുന്നത്. ഫേസിൽ പച്ചമഞ്ഞൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു മഞ്ഞ കളർ കുറേ സമയം നമ്മൾ കഴുകിയാലും പോവില്ല. കസ്തൂരി മഞ്ഞളാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരില്ല കേട്ടോ. നമ്മൾ ഒറ്റ പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴുകുമ്പോൾ തന്നെ ആ ഒരു മഞ്ഞപ്പ് മുഴുവനായിട്ട് പോകാനായിട്ട് പറ്റും.
അപ്പോൾ നമ്മൾ ഇതിൽ ഞാൻ കസ്തൂരി മഞ്ഞൾ സെയിം ക്വാണ്ടിറ്റിയിലാക്കിയിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പൗഡർ നമ്മൾ ആവശ്യത്തിനുള്ളത് എടുത്ത് അതിലേക്ക് തൈരോ അല്ലെങ്കിൽ പാലോ അല്ലെങ്കിൽ പാലിൻ്റെ പാടയോ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഇതുപോലൊന്ന് അപ്ലൈ ചെയ്ത് അത് ഫാനിൻ്റെ ചോട്ടിലൊന്നും ഇരിക്കാതെ തന്നെ നന്നായി ഒന്ന് ഉണക്കിയെടുക്കുക. ഒരു 20 മിനിറ്റ് കൊണ്ട് നന്നായി തന്നെ ഒന്ന് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നന്നായി നോർമലായിട്ടുള്ള വെള്ളം യൂസ് ചെയ്തൊന്ന് കഴുകുക. സോപ്പോ ഒന്നും പയറുപൊടിയോ ഒന്നും ചേർക്കാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമ്മൾ കിടക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുഖക്കുരു വന്നിട്ടുള്ള പാടുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി പോകാനും അതുപോലെ മുഖക്കുരു വരാതിരിക്കാനും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ പോകാനും മുഖം നല്ല ബ്രൈറ്റ്നസ് ആവാനും ഒക്കെ വളരെ നല്ലതാണ്. നമ്മളിതിൽ പച്ചമഞ്ഞളാണ് മിക്സ് ആക്കിയിട്ട് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് സ്കിൻ അലർജി വരുന്ന സമയത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ തുളസി മാത്രം നമ്മൾ പൊടിച്ച് വെച്ചാലും നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലും മിക്സ് ആക്കിയിട്ട് നമുക്ക് സ്കിൻ അലർജി വരുന്ന സമയത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ. അവിടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.